നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ അശ്വിൻ ജയകൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ രേവതി പണിക്കർ. ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ വെജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെജൈനൽ ഡിസ്ചാർജ് വളരെ നോർമലാണ് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് വെജൈനൽ ഡിസ്ചാർജ് അബ്നോർമൽ ആകുന്നത്? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വെജൈനൽ ഡിസ്ചാർജ് എന്നാൽ വെജൈനയിൽ നിന്ന് വരുന്ന സെക്രീഷനാണ്. അപ്പോൾ ഈ സെക്രീഷൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത് സെർവിക്സ് അഥവാ ഗർഭാശയ മുഖഭാഗത്തു നിന്നുള്ള ഗ്ലാൻസിൽ നിന്നും വെജൈനയിൽ നിന്നുള്ള ഗ്ലാൻസിൽ നിന്നുമാണ് ഈ ലിക്വിഡ് സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഒരു നോർമൽ വെജൈനയുടെ ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ മോയ്സ്ചറായിട്ട് വയ്ക്കാനും അവിടുത്തെ pH മെയിൻറ്റെയിൻ ചെയ്യാനും കുഞ്ഞുങ്ങളുണ്ടാകാൻ അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നോർമൽ ഫംഗ്ഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെജൈനൽ ഡിസ്ചാർജ്. നോർമൽ വെജൈനൽ ഡിസ്ചാർജിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് സാധാരണ ഒരു 5 ml അടുപ്പിച്ചാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, സ്ഥിരത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളറ്, ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു മുട്ടയുടെ വെള്ള പോലെയാണ്. ഒരു മുട്ടയുടെ വെള്ള പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 കൈയിലും ഈ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു വെള്ള ത്രെഡ് പോലെ കാണില്ലേ, അതുപോലെയാണ് നോർമൽ വെജൈനൽ ഡിസ്ചാർജ് കാണപ്പെടുന്നത്. പീരിയഡ്സിനോടനുബന്ധിച്ച് വെജൈനൽ ഡിസ്ചാർജിയുടെ സ്ഥിരതയ്ക്കും കട്ടിക്കും അളവിനുമെല്ലാം സാമാന്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാറുണ്ട്. ആദ്യമായി പീരിയഡ്സ് കഴിഞ്ഞ് ഇമീഡിയറ്റ് പീരിയഡ്സ് വരുന്ന ഡിസ്ചാർജിൻ്റെ അളവ് എന്ന് പറയുന്നത് നോർമൽ കണക്കിനുള്ള അളവായിരിക്കും. വളരെ തിന്നായിട്ടുള്ളൊരു ഡിസ്ചാർജാണ് കാണപ്പെടാറുള്ളത്. ശേഷം ഓവുലേഷൻ സമയത്ത് വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നതിൻ്റെ അളവ് കൂടാറുണ്ട്. കൂടുക മാത്രമല്ല, വളരെ വാട്ടറി തിൻ, അതായത് വെള്ളം പോലെ തിന്നായിട്ടുള്ളൊരു ഡിസ്ചാർജാണ് ഓവുലേഷൻ സമയത്ത് കണ്ടു കാണാറുള്ളത്. ഇത് യൂഷ്വലി സ്പേം മോർട്ടിലിറ്റി എല്ലാം സഹായിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഓവുലേഷൻ ടൈമിൽ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വന്ന് കാണാറുള്ളത്. പോസ്റ്റ് ഓവുലേഷൻ സമയത്ത് വെജൈനൽ ഡിസ്ചാർജിൻ്റെ കട്ടി കൂടാറാണ് പതിവ്. മാത്രമല്ല അളവ് കുറയുകയും ചെയ്യും. കട്ടി കുറച്ച് കൂടുതലും അളവ് കുറഞ്ഞുമാണ് പോസ്റ്റ് ഓവുലേഷൻ ടൈമിലുള്ള ഡിസ്ചാർജ് വരുന്നത്. ശേഷം അടുത്ത പീരിയഡ്സിന് മുൻപായിട്ട് വരുന്ന ഡിസ്ചാർജ് നോർമലായിട്ടുള്ളതും മാത്രമല്ല അളവ് കുറച്ച് കൂടുതലായിട്ടും കാണാറുണ്ട്. ഇങ്ങനെയാണ് നോർമൽ വെജൈനൽ ഡിസ്ചാർജ് വന്ന് കാണാറുള്ളത്. പീരിയഡ്സിനോടനുബന്ധിച്ചുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ എന്താണ് അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജിനോട് അനുബന്ധിച്ചിട്ടുള്ള സിംറ്റംസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ വെജൈനൽ ഡിസ്ചാർജിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ അബ്നോർമലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ നിറത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ അതും അബ്നോർമലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം സാധാരണ വെജൈനൽ ഡിസ്ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയുടെ വെള്ള പോലെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസ്ചാർജാണ്. ഡിസ്ചാർജിൻ്റെ കളർ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഭയങ്കര യെല്ലോയിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളറ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തൈര് പോലെ വളരെ തൈരിൻ്റെ കളറ് മാതിരിലത്തെ ഡിസ്ചാർജ് പോലെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അബ്നോർമലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ സമയം നിങ്ങൾ ഡോക്ടറെ കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്ചാർജിനോടനുബന്ധിച്ച് എന്തെങ്കിലും സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്മെല്ലെന്ന് പറയുമ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നോർമൽ വെജൈനൽ ഡിസ്ചാർജിന് സ്മെല്ല് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സ്മെല്ലൊന്നും ഒരിക്കലും ഒരു നോർമൽ വെജൈനൽ ഡിസ്ചാർജിനില്ല. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്മെല്ല്, ഒരു ഫിഷി ഓർഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം, അതായത് കോൺടാക്റ്റിന് ശേഷം വെജൈനൽ ഡിസ്ചാർജിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും രക്തക്കറയുണ്ടെന്നുണ്ടെങ്കിൽ അതും അബ്നോർമലാണ്. ആ സമയം നിങ്ങൾ ഡോക്ടറെ കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വെജൈനൽ ഡിസ്ചാർജിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും പുകച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ വരുന്ന പുകച്ചിൽ പോലെ ഡിസ്ചാർജിനോടനുബന്ധിച്ച് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ്, ഒരുപാട് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് നോർമൽ വെജൈനൽ ഡിസ്ചാർജിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 5 ml ഒക്കെ അടുപ്പിച്ചാണ്. നിങ്ങളുടെ പാൻറ്റീസ് ഒരുപാട് നനഞ്ഞു പോകുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അബ്നോർമലായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഒട്ടുമേ ഡിസ്ചാർജ് ഇല്ലാതെ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നതും അബ്നോർമലാണ്. സോ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്കായി അറിയേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്സാണ് ഞാനിനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു നോർമൽ വെജൈനൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് അറിയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, കോട്ടൺ അണ്ടർഗാർമെൻറ്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.
ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കരുത്. കോട്ടൺ നല്ല എയർ ഫ്ലോ ഉള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കഴിവതും വെജൈനൽ ഏരിയ വാഷ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമായിട്ട് മാത്രം വാഷ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു ദിവസത്തെ ദിനചര്യയിൽ ഒരു പ്രാവശ്യം മാത്രം. ഒരുപാട് സോപ്പ് ഉപയോഗിക്കുക, ലോഷൻ ഉപയോഗിക്കുക, പെർഫ്യൂംസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ മാർക്കറ്റിൽ കിട്ടുന്ന വെജൈനൽ ഏജൻസ് ഒക്കെ ഉപയോഗിക്കുക നിർത്തുക. അങ്ങനെ ഒരുപാട് സോപ്പും ഡിറ്റർജൻറ്റും ലോഷനും ഒന്നും അവിടെ ആവശ്യമായിട്ടുള്ളതല്ല. സോ അങ്ങനെ ഒരുപാട് സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കുക. അകത്തേക്ക് ഒരുപാട് പേര് ടിഷ്യൂ ഇട്ട് തുടയ്ക്കുക. അത് യൂഷ്വലായിട്ട് കാണാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് പുറമേ നിന്ന് മാത്രം തുടയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വെജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോകും പോലെ വേണം വെള്ളം പോയി നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട്. അല്ലാതെ പുറകിൽ നിന്ന് മുൻപിലേക്ക് വരുന്ന പോലെ വെള്ളം വെച്ച് ഒരിക്കലും വാഷ് ചെയ്യാൻ പാടുള്ളതല്ല. ബിക്കോസ് അവിടെ ഏനൽ ഏരിയയിൽ നിന്നുള്ള ഇൻഫെക്ഷ്യസ് ഏജൻ്റ് എല്ലാം ഫ്രണ്ടിലേക്ക് വരാനും കൂടുതൽ ഇൻഫെക്ഷൻ വെജൈനയിൽ ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ടാണ് വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് പോകും പോലെ വേണം നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് മുതലായവ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സഹായിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് ഇൻഫെക്ഷൻ പ്രോൺ ആയിട്ടാണ് ഡയബറ്റിസ് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. സോ അത് വെജൈനൽ ഇൻഫെക്ഷന് കൂടുതലായിട്ട് വരുത്താൻ സാധിക്കും. സോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇൻഫെക്ഷൻ ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡയബറ്റിസ് മുതലായവ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് വെജൈനൽ ഹൈജീൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും കോണ്ടംസ് മുതലായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വെജൈനൽ ഇൻഫെക്ഷൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജ് നമ്മൾ തരംതിരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു ഹെൽത്തി വെജൈനൽ ഹൈജീനിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.